Hello dear students, welcome back. JEE Main Session 1 result വന്നു കഴിഞ്ഞു. നല്ല പെർസെൻറ്റേജിൽ സ്കോർ ചെയ്ത സ്റ്റുഡൻസ് ഓൾറെഡി അഡ്വാൻസിലുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്തെങ്കിലും കാരണവശാൽ സെഷൻ 1 റിസൾട്ട് താഴെ പോയിട്ടുള്ള സ്റ്റുഡൻസ് സെഷൻ 2 വേണ്ടിയിട്ട് കൂടുതൽ നല്ല പരിശീലനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ JEE Main സെഷൻ 2 അപ്ലൈ ചെയ്തില്ല എങ്കിൽ നിർബന്ധമായും സെഷൻ 2 അപ്ലൈ ചെയ്യുക. ഈവൺ നിങ്ങളൊരു നീറ്റ് ആസ്പിരൻറ്റോ അല്ലെങ്കിൽ മറ്റ് എക്സാമുകളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും JEE Main സെഷൻ 2 ഒരു പ്രോപ്പർ എൻട്രൻസ് എക്സാം എഴുതുന്ന എക്സ്പീരിയൻസ് മറ്റ് എക്സാമുകളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏത് എക്സാം ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും JEE സെഷൻ 2 അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നൗ നിങ്ങൾ ഓൾറെഡി JEE സെഷൻ 1 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സെഷൻ 2 ആപ്ലിക്കേഷൻ വളരെ ഈസിയാണ്. നൗ സെഷൻ 1 കൂടെ വന്ന നോട്ടിഫിക്കേഷനിലുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ മുകളിൽ കാണുന്നത്. അതിൽ സെഷൻ 2 അപ്ലൈ ചെയ്യാനുള്ള ഡ്യൂറേഷൻ ഫെബ്രുവരി 2 ഓൺവേർഡ്സ്, അതായത് സെഷൻ 1 കഴിഞ്ഞ അന്ന് മുതൽ, സെഷൻ 1 ഫെബ്രുവരി 1 കഴിഞ്ഞിരുന്നു, അതിൻ്റെ പിറ്റേ ദിവസം മുതൽ സെഷൻ 2 അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 2 ആണ് ലാസ്റ്റ് ഡേറ്റ്, അപ് ടു 9 PM. ഫീസ് അടക്കാനുള്ള ടൈം 11:50 PM. ഇതൊക്കെ സെഷൻ 1 ഇതുപോലെ തന്നെയായിരുന്നു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അനൗൺസ്മെന്റ് ഓഫ് സിറ്റി ഓഫ് എക്സാമിനേഷൻ അതൊക്കെ ഓക്കെയാണ്. മാറ്റം വരുത്തിയിട്ടുള്ള കാര്യം എക്സാമിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ എക്സാമിന്റെ ഡേറ്റുകൾ ഏപ്രിൽ 1 മുതൽ 15 വരെ എന്നുള്ളത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ, അതായത് സെഷൻ 2 അപ്ഡേറ്റുകൾ വന്ന സമയത്ത് ആ ഡേറ്റ്സ് ഓഫ് എക്സാമിനേഷൻ ബിറ്റ്വീൻ 4th April ആൻഡ് 15th April എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. റിസൾട്ട് വരുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എക്സാമിന്റെ ഡേറ്റിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. നൗ നിങ്ങൾ ഓൾറെഡി JEE Main ഫസ്റ്റ് സെഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സെഷൻ 2 അപ്ലൈ ചെയ്യാം. Candidates who have applied successfully paid the examination for JEE Main 2024 Session 1 wish to appear for JEE Main Session 2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുക, പ്രീവിയസ് ക്രെഡൻഷ്യൽസ്, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡൊക്കെ ഓൾറെഡി യൂസ് ചെയ്ത് അത് തന്നെ ഉപയോഗിക്കുക. സെഷൻ 1 ഉപയോഗിച്ച് തന്നെ അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പേപ്പർ ഏതാണ്. പേപ്പർ 1 BE BTechൻ്റെ ആണ്, പേപ്പർ 2 ബി പ്ലാനിങ്ങിൻ്റെ ഒക്കെയാണ്. അതിൻ്റെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷോ മലയാളം മറ്റു കാര്യങ്ങൾ അതിലൊന്നും മാറ്റം വരുത്തേണ്ടതില്ല, ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്താൽ മതി. സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി, സിറ്റീസ്, ഏത് എക്സാം സെൻറ്റർ ആണ് അല്ലെങ്കിൽ ഏത് സിറ്റിയിലാണ് നിങ്ങൾക്ക് എക്സാം സെൻറ്റർ വേണ്ടത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആൻഡ് എക്സാമിനേഷൻ ഫീയും കൂടെ അടച്ചു കഴിഞ്ഞാൽ സെഷൻ 1 ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സെഷൻ 2 ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇനി നിങ്ങൾ ഫസ്റ്റ് സെഷൻ അപ്പിയർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. നമ്മളൊന്നും കൂടെ വളരെ സിമ്പിളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ കാണുന്ന രീതിയിലാണ് ഫീസ് സ്ട്രക്ചർ വന്നിട്ടുള്ളത്. BE BTech പേപ്പർ 1 മെയിൽ സ്റ്റുഡൻസിന് 1000 ഫീമെയിൽ സ്റ്റുഡൻസിന് 800 ഇത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഔട്ട്സൈഡ് ഇന്ത്യ സെന്റർ വരുന്ന കേസിലുള്ള ഫീസാണ്. ബാക്കിയുള്ള നിങ്ങളുടെ കാറ്റഗറി ഏതാണ് അതിനനുസരിച്ച് മെയിൽ ഫീമെയിൽ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതാണ് JEE Main അപ്ലൈ ചെയ്യേണ്ട സൈറ്റ്. https://jemain.nta.ac.in. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രഷ് ആപ്ലിക്കേഷനും കൊടുക്കുക. നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് സെഷൻ 2 വേണ്ടിയുള്ള ആപ്ലിക്കേഷനും അതേ സൈറ്റിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി ഈ കാണുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഏതൊക്കെ കോളേജുകളിലേക്കാണ്? അതിൽ കാര്യമായിട്ട് പറയുന്നത് BE BTech അറ്റ് NITs, IIITs ആൻഡ് സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ CFTI, NIT, IIIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അങ്ങനെയുള്ള കോളേജുകളിലെ BE BTechലേക്കാണ് കാര്യമായിട്ട് പേപ്പർ 1 ഉള്ളത്. ഞാൻ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ എക്സാം തന്നെയാണ് JEE അഡ്വാൻസിലേക്കുള്ള ക്വാളിഫയിങ് റൗണ്ട്. ഇനി പേപ്പർ 2 ആണെങ്കിൽ അതാണ് BArch ബി പ്ലാനിങ്. ആർക്കെങ്കിലും ആർക്കിടെക്ചർ പോലുള്ള കോഴ്സുകളിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എഴുതേണ്ട പേപ്പർ 2 ആണ്. ഓക്കെ, മൂവിങ് ഓൺ. കണ്ടീഷൻസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അഡ്മിഷൻ ടു NITs and IIITs and CFTI, പാർട്ടിസിപ്പേറ്റിംഗ് ത്രൂ സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡ്. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം 75% മാർക്സ് സ്കോർ ചെയ്തിരിക്കണം +2. അതല്ലെങ്കിൽ ഇനി പെർസെൻറ്റേജ് മാർക്കിലല്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് 20% വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം. അതേസമയം 65% ആണ് അവിടെയുള്ള കണ്ടീഷൻ ഫോർ SC ST കാൻഡിഡേറ്റ്സ്. ഓക്കെ, ഈ ക്രൈറ്റീരിയ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, ഈ ക്രൈറ്റീരിയ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ശേഷം അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് വേണം. ഓക്കെ, കാൻഡിഡേറ്റിന്റെ ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ, അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ അവർക്ക് അതിന് വേണ്ട സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ID കാർഡ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. സ്കാൻഡ് ഫോട്ടോഗ്രാഫിന്റെയും സിഗ്നേച്ചറിന്റെയും ഒക്കെ JPG ഫോമാറ്റിലായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിന്റെ സൈസ് 10 KB to 200 KB ആയിരിക്കണം. സിഗ്നേച്ചർ 4 KB to 380 KB ആയിരിക്കണം. ഓക്കെ, ഈ കാണുന്ന PWD സർട്ടിഫിക്കറ്റ്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് PDF അപ്ലോഡ് ചെയ്യേണ്ടത് 50 KB 300 KB അകത്തായിരിക്കണം.
നൗ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സെഷനിൽ ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങളാണ്. ആരെങ്കിലും ഫസ്റ്റ് സെഷൻ അപ്ലൈ ചെയ്തില്ല എങ്കിൽ അവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഫസ്റ്റ് സെഷൻ ഓൾറെഡി ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് ബാക്കി വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഫീസ് അടക്കണം, ദാറ്റ്സ് ഇറ്റ്. നൗ ജെഇ മെയിൻ സെഷൻ 2 വരുന്നത് ഏപ്രിൽ മാസത്തിലാണ്. നിങ്ങൾ പ്ലസ് ടു സ്റ്റുഡൻസ് ആണെങ്കിൽ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് എൻട്രൻസ് എക്സാമുകളുടെ ആക്ച്വലി ഒരു സീസൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. നീറ്റ് ഉണ്ട്, കുസാറ്റ് ഉണ്ട്, VIT ഉണ്ട്, ബിറ്റ്സ് ഉണ്ട്, ഈവൻ അത് കഴിഞ്ഞതിന് ശേഷം അഡ്വാൻസ് ഉണ്ട്. ആ കാണുന്ന സീസണിൽ നമുക്ക് പരമാവധി എൻട്രൻസ് എക്സാമുകൾ എഴുതുന്ന എക്സ്പീരിയൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന എൻട്രൻസ് എക്സാമുകളിൽ നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഈവൻ നിങ്ങൾ ഒരു ജെഇ ആസ്പിരൻ്റ് അല്ല എങ്കിൽ പോലും ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ജെഇ മെയിൻ സെഷൻ 2 നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.